തിരക്കഥയും അതിനുള്ളിൽ ട്വിസ്റ്റുകളും വരുന്നതായിട്ടുള്ള ചിത്രങ്ങൾ കാണാൻ വേണ്ടി ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എന്തായാലും ഇന്ന് പിടിച്ചോ. ഒന്നല്ല രണ്ടല്ല ചറവറ ട്വിസ്റ്റുകളുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമ. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സിനിമ എവിടെയും പരിഭാഷ നടത്തിയായിട്ട് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കണ്ട പ്രിന്റും സബ് ടൈറ്റിലും ഒക്കെ തന്നെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇനി സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ഷാർപ്പർ. 2023 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ അമേരിക്കൻ ക്രൈം ത്രില്ലർ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നില്ല. കാരണം എന്നുള്ളത് സിനിമ കണ്ടു തന്നെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എങ്കിലും ഒരു വൺ ലൈൻ പറയാം. അത് സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, എങ്കിലും ഏകദേശം ഒരു ആശയം പറയാം. പണത്തിനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങൾ. ഓക്കെ, ഈ ഒരു സിനിമയുടെ കഥയെ പറ്റിയും തിരക്കഥയെ പറ്റിയാണ് ആദ്യമേ പറയേണ്ടത്. ഇതിൻ്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. നമുക്ക് യാതൊരു വിധത്തിലും കഥ ഇങ്ങനെയാകും അല്ലെങ്കിൽ അങ്ങനെയാകും എന്നൊന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. അതായത് സിനിമ ഇങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരുപാട് ടേൺസ് ആണ് സൃഷ്ടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടേൺ നമ്മളിലേക്ക് കൊണ്ട വെച്ചിട്ട് തന്നെയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇനി സിനിമയുടെ സ്വഭാവം ഇതായിരിക്കും എന്ന് ഓർത്ത് നമ്മൾ കഥ മുന്നോട്ട് കണ്ടിരിക്കും. അപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളിടും. അതിനുശേഷം നമുക്ക് ഗസ് ചെയ്യാം ഇത് ഇങ്ങനെ ആയിരിക്കും സിനിമ എന്ന്. പിന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തരും. അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഗംഭീര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കഥ എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്നുള്ളത്. കൂടാതെ തിരക്കഥയെ പറ്റിയും പറയണം കേട്ടോ. പക്ക എൻ്റർടൈനിങ് ആണ്. ഓക്കെ, അത് നമുക്കിങ്ങനെ എൻ്റർടൈൻ ചെയ്തിരുന്ന് കാണാൻ പാകത്തിനാണ് ആ ഒരു തിരക്കഥയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് 2 മണിക്കൂർ അടുത്തുള്ള സിനിമയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റർടൈനിങ് ആക്കി തിരക്കഥയിലൂടെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു മുഷിപ്പുമില്ല. സിനിമ കണ്ടു തീരുന്ന പോലും അറിയില്ല. അത്രയും എൻഗേജിങ് ആയിട്ടുള്ള കഥയും തിരക്കഥയുള്ള ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കും. കൂടാതെ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. കാരണം ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ കുറച്ച് കഥാപാത്രങ്ങളാണ്. അവരാരാണെന്നാണ് നമ്മളിലേക്ക് കാണിച്ചു തരുന്നത്. ശരിക്കും പറഞ്ഞ ഈ ഒരു സിനിമയിലൂടെ വന്നിരിക്കുന്ന ഒരു 3-4 ആർട്ടിസ്റ്റുകളുടെ പേര് പറയണം. ഒന്ന് ജൂലിയാനെ മൂരെ, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ സ്റ്റാന്, ജസ്റ്റിസ് സ്മിത്ത്, അതുപോലെ തന്നെ ബ്രിന്ദ മിഡിൽടോൺ എന്ന് പറയുന്ന ആക്ട്രസ്. ഈ 4 പേരുടെ പ്രകടനം നല്ലതായിട്ടൊന്നും, കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. എന്നാലും ഇവരുടെ പ്രകടനം എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. അതത് മത്സരിച്ചുള്ള പ്രകടനം എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം. ആരാണ് മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പാടുപെടും. കാരണം അത്രത്തോളം ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ആണ്. ഈക്വൽ സ്പേസ് ആണ് സിനിമയ്ക്കുള്ളിൽ. എല്ലാവരും എന്താണ് മിന്നിക്കുന്ന ഒരു പ്രകടനം തന്നെ ചിത്രത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഇവരുടെ പ്രകടനത്തിലൂടെ തന്നെ നമുക്ക് എൻ്റർടൈനിങ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ടെക്നിക്കലി അത്യാവശ്യം സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മൂവി എന്ന് തന്നെ പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ച, ചിത്രത്തിൻ്റെ BGM വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗംഭീരമാക്കി തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ എഡിറ്റിംഗ് വർക്കാകട്ടെ, അതെല്ലാം തന്നെ അത് ടെക്നിക്കലി യാതൊരു മോശം നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ചിത്രം കൂടിയാണെന്ന് പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ത്രില്ലർ സിനിമ, അതും ക്രൈം ത്രില്ലർ സിനിമ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ച് പിടിച്ചു. ഇനി ത്രില്ലർ സിനിമ ആയിരിക്കണം, അതിനുള്ളിൽ ചറപറാന്ന് ട്വിസ്റ്റുകൾ വരണം. അത് പ്രെഡിക്റ്റ് ചിലതൊക്കെ ചെയ്യാതിരിക്കാം, പിന്നെ ചിലത് പറ്റാതെയൊക്കെ ഇരിക്കാം. അങ്ങനെയുള്ള ട്വിസ്റ്റുകളാട്ടോ. അത് മൊത്തം അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ഞാൻ പേഴ്സണലി പറയുന്നില്ല. ചിലതൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റി, എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലെ ത്രില്ലിംഗ് ആയിട്ടുള്ള കഥയും ട്വിസ്റ്റുകളും ഉള്ള കഥയും ഉള്ള സിനിമയായിരിക്കണം എന്നൊക്കെ കരുതുന്നവർ ധൈര്യമായിട്ട് വെച്ച് പിടിച്ചോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷനാണ്. അതായത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങളുടെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ നമുക്ക് അത്യാവശ്യം ഈ ഒരു കാലയളവിൽ കൊണ്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് വരുന്നത്. ധൈര്യമായിട്ട് വിട്ടോ, നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഷാർപ്പർ എന്നുള്ളത്. പിന്നെ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 18+ കണ്ടന്റ് ചെറിയ രീതിയിലുണ്ട്. സോ നിങ്ങൾ തനിച്ചൊക്കെ ഇരുന്ന് കാണാനും കൂടി ശ്രമിക്കുക. അത് മെച്ചുവറായിട്ടുള്ളവർക്ക് ഇരുന്ന് കാണാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-7 തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെച്ചേക്കണം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.